ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും JBR ഗാർഡനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബീന എന്നാണ്. എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ്. അപ്പോൾ നമ്മളിന്ന് വീണ്ടും പെറ്റോണിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സുന്ദരി പെറ്റോണിയ, നല്ല വൈറ്റ് ഈ പെറ്റോണിയയുടെ വീഡിയോ ഇടയ്ക്ക് ഇട്ടുന്നത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് ഈ പ്ലാന്റ്സ് വേണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലാന്റ്സ് ഇപ്പോൾ സെയിലിനായിട്ടില്ല. ഇടയ്ക്ക് കുറച്ച് വച്ചിട്ടുണ്ട്. ആയ ഉടനെ അതിൻ്റെ വീഡിയോ സെയിലിനായിട്ടുള്ളത് അത് ഇടുവേ. അപ്പോൾ നമുക്ക് മഴയൊക്കെ അല്ലേ, അപ്പോൾ ഈ പ്ലാന്റ്സിന് ഭയങ്കരമായിട്ട് നമ്മൾ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ്സ് നമ്മളെ കയ്യിൽ നിന്ന് പോകും. മുഞ്ഞ കണക്കുള്ള നീരൂറ്റി കുടിക്കുന്നൊരു ഇത് ഇലയുടെ അടിഭാഗത്തിരിക്കും. അതൊന്ന് ശ്രദ്ധിക്കണം. അതിന് ഞാൻ അടിക്കുന്ന കീടനാശിനിയൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മളെ പെറ്റോണിയ ചെടി മഴ എങ്ങനെ ഷെയ്ഡിൽ വെച്ചാലും അതിൻ്റെ പിഷറടിച്ചിട്ട് നനയണുണ്ട്. ഇതാണ് അപകടം. നമ്മളെ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവും. വെയിറ്റും ഉണ്ട്, വെള്ളം ഇതിൽ വീണിട്ട് വെയിറ്റും ഉണ്ട്, മൂട് അറിഞ്ഞു പോവും. അങ്ങനെയാണ് പ്ലാന്റ്സ് പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോണതേ. നമ്മളെ പെറ്റോണിയ ചെടിയുടെ ലീഫിൻ്റെ അടിയിലൊക്കെ ഒരു വെള്ളപ്പൂപ്പ് കണക്കൊരു സംഭവം വരാറുണ്ട്. ഇടയ്ക്ക് ഞാൻ ഇത് അടിക്കണോണ്ട് കീടനാശിനി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇപ്പം വലുതായിട്ട് അങ്ങനെ ഇല്ല. ഇലയൊക്കെ മഞ്ഞളിച്ചിട്ട് അങ്ങനെ വരുമ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലാന്റ്സ് മുഴുവനായിട്ട് പോകും. ഇത് നമ്മളൊരു ഹൈബ്രിഡ് ആണ്, നാടനല്ല. ഇത് നാടനെ അപേക്ഷിച്ച് ഇതിൽ കൂടെ കളറും കൂടുതലാണ്, ഫ്ലവറും നല്ല വലിപ്പമാണ്. അത് നല്ല ഭംഗിയാണ്, ബുഷിയായിട്ട് നിന്നിട്ട് നിറയെ ഫ്ലവർ വരും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇലയുടെ അടിഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ ഇത്തിരി എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. അല്ല ലീഫ് ഇങ്ങനെ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ നമ്മളറിയില്ല ഇതിൽ എന്തെങ്കിലും ഫംഗസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് നമ്മളറിയില്ല. അതിങ്ങനെ ഇരുന്നിട്ട് നീരൂറ്റി കുടിക്കും. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് മുഴുവനും അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. എല്ലാവരും പെറ്റോണിയ ഉള്ളവരെല്ലാം മഴയാണ്, ഈ തണുപ്പ് മഴ സമയത്താണ് ഇത് കൂടുതലും ആക്രമിക്കാറ്. വേനലിൽ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അടിച്ച് ഒന്ന് പ്ലാന്റ്സിനെ ഹെൽത്തി ആക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതാണ്. ഈ മാജിക് എന്ന് പറയുന്ന ഇതാണ്. ഞാൻ എല്ലാത്തിനും അടിച്ചു കൊടുക്കണം. നല്ല റിസൾട്ടുമാണ്. ഇതിൻ്റെ കുറച്ച് നമുക്ക് ഒരു സ്പ്രേ ബോട്ടിൽ ഇതാണ്, ഒരു 4-5 തുള്ളി. അതിൻ്റെ കൂടെ നമുക്ക് കുറേ വെള്ളം ചേർത്ത് നല്ല ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനേ. ഇതെടുത്തിട്ട് നന്നായിട്ട് കുലുക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്യുമ്പോൾ അതിൻ്റെ ലീഫിൻ്റെ അടിയിൽ നന്നായിട്ട് വീഴാൻ കണക്കിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ലീഫിൻ്റെ അടിഭാഗത്താണ് ഈ വെള്ള മുഞ്ഞീച്ച എന്നൊക്കെ പറയും, ഒരു സ്പോഞ്ച് കണക്കുള്ള ഒരു പഞ്ഞി ടൈപ്പ് കണക്കുള്ള ഒരു ജീവി ഇരിക്കും. അതിരുന്നിട്ട് നമ്മളെ പ്ലാന്റ്സിൻ്റെ നീരെല്ലാം ഊറ്റി കുടിക്കും. അതുപോലെ ഇങ്ങനത്തെ മഞ്ഞളിച്ച ലീഫൊക്കെ കണ്ടാൽ അപ്പോൾ തന്നെ എടുത്ത് കട്ട് ചെയ്ത് കളയണം. ഫ്ലവറിൻ്റെത് ഇതൊരിക്കലും സീഡ് നമുക്കാവില്ല. അപ്പോൾ ഈ സീഡ് ഫ്ലവർ കഴിഞ്ഞ ഉടനെ അത് കട്ട് ചെയ്ത് നമ്മൾ മാറ്റി കൊടുക്കണം. പ്ലാന്റ്സ് എപ്പോഴും നല്ല വൃത്തിയായിട്ട് വെച്ചാലേ പ്ലാന്റ്സ് നന്നായിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് ചെയ്ത് കൊടുക്കണം. മഴയൊക്കെ ആയതുകൊണ്ടാണ് ലീഫിൻ്റെ ഇടയിൽ നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ അടിക്കുന്ന സമയത്ത് ഫ്ലവറിലും ഒട്ടിലും വീഴാതെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം ഇത് എല്ലാവരും ഈ ഒരു മാജിക് വാങ്ങിച്ച് വെച്ചിരുന്നാൽ നമ്മളെ മിക്ക പ്ലാന്റ്സിനും ഒരു പരിധി വരെ നല്ല ഉപകാരമുള്ളതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. ഓക്കേ.